നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 5 വർഷം കൊണ്ട് 20,000 കിലോമീറ്റർ റോഡുകൾ BMN-BC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അമൃത് ഭാരത് പദ്ധതിയിൽ വികസന പ്രവർത്തികൾ പുരോഗമിക്കുന്ന ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ MK രാഘവൻ MP സന്ദർശിച്ചു. പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഭിന്നശേഷി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയെന്ന മുദ്രാവാക്യമുയർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ യാത്ര. ആകമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്നാത്തിയോ സഫ്രീം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ മലബാർ സന്ദർശനം ഫെബ്രുവരി 2-ന് വേളങ്കോട് സെന്റ് മേരീസ് പള്ളിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. 5 വർഷം കൊണ്ട് 20,000 കിലോമീറ്റർ റോഡുകൾ BMN-BC നിലവാരത്തിൽ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വട്ടോളി പാതിരിപ്പറ്റ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും വട്ടോളി UP സ്കൂൾ കെട്ടിടോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 5 വർഷം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ 50% റോഡുകൾ BMN-BC നിലവാരത്തിൽ ഉയർത്താനുള്ള തീരുമാനം 2.5 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. കുറ്റ്യാടി മണ്ഡലത്തിൽ മാത്രം BMN-BC നിലവാരത്തിൽ റോഡുകൾ നവീകരിച്ചതിനായി സാധാരണ നിർമ്മാണത്തേക്കാൾ 10 കോടിയോളം രൂപ അധികമായി ചെലവ് വന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. 5 വർഷം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ 50% റോഡുകളും BMN-BC ആക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് 30,000 കിലോമീറ്ററിന്റെ 50% 15,000 കിലോമീറ്റർ. 5 വർഷം കൊണ്ട് 15,000-ഓളം കിലോമീറ്റർ BMN-BC ആക്കണമെന്നുള്ള ലക്ഷ്യത്തിലേക്ക് 2.5 വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ സർക്കാരിന് എത്താനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 20,000 കിലോമീറ്റർ റോഡുകളെങ്കിലും 5 വർഷം കൊണ്ട് BMN-BC ആക്കി മാറ്റി തീർക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടി നിയോജക മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടേറെ പരിപാടികൾ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലത് പ്രവൃത്തി ഉദ്ഘാടനം, ചിലത് പ്രവൃത്തി പൂർത്തീകരിച്ച ഉദ്ഘാടനം. ചടങ്ങിൽ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C ചന്ദ്രൻ തുടങ്ങിയവർ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ, കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. അമൃത് ഭാരത് പദ്ധതിയിൽ വികസന പ്രവർത്തികൾ പുരോഗമിക്കുന്ന ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ MK രാഘവൻ MP സന്ദർശിച്ചു. 7.7 കോടി ചെലവിലാണ് വികസന പ്രവർത്തികൾ നടക്കുന്നത്. പ്രവർത്തികളുടെ പുരോഗതികൾ വിലയിരുത്തിയ MP 2024 ഫെബ്രുവരി 28-ന് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്ന് വ്യക്തമാക്കി. 5000 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലുള്ള പ്ലാറ്റ്ഫോം ഷെൽട്ടറാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി വരുന്നത്. നിലവിലുള്ള പ്ലാറ്റ്ഫോം ഷെൽട്ടർ സൗകര്യത്തിന്റെ 2 ഇരട്ടിയായിരിക്കും ഇത്. 36 ബേകളിലായിട്ടാണ് പ്ലാറ്റ്ഫോം ഷെൽട്ടർ സൗകര്യം ഒരുങ്ങുന്നത്. 3000 സ്ക്വയർ മീറ്ററിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇതിൽ 1000 സ്ക്വയർ മീറ്ററിൽ റൂഫിംഗ് സൗകര്യത്തോടു കൂടിയുള്ള പാർക്കിംഗും ഉണ്ടാകും. 1ാമത്തെയും 2ാമത്തെയും പ്ലാറ്റ്ഫോമുകളിൽ ലിഫ്റ്റ് സൗകര്യം, ടിക്കറ്റ് കൗണ്ടർ നവീകരണം, കാത്തിരിപ്പ് കേന്ദ്രം മെച്ചപ്പെടുത്തൽ, ബസ് ബേ, നൂതന കോച്ച് ഇൻഡിക്കേഷൻ സിസ്റ്റം, അനൗൺസ്മെന്റ് സിസ്റ്റം തുടങ്ങിയവയും ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകും. ഇതിന് പുറമെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനവും, സ്റ്റേഷൻ കെട്ടിടം സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് മോടിപിടിപ്പിക്കൽ, സ്റ്റേഷന്റെ പരിസരം മോടിപിടിപ്പിക്കൽ, പ്ലാറ്റ്ഫോം ഫ്ലോറിംഗ് നവീകരണം എന്നിവയും പൂർത്തീകരിക്കും. എയർപോർട്ട് സ്റ്റേഷനാക്കി ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടിയുണ്ട്. പൂർണ്ണമായും നടപടിയായി പുറത്തു വന്നില്ല. അതിൻ്റെ ശ്രമം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് പൂർണ്ണമായും നടക്കുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. കാരണം ഇത് എയർപോർട്ടുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്റ്റേഷനാണ്.
അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഈ അമൃത് ഭാരത് സ്കീം തന്നെ വരാൻ കാരണം എയർപോർട്ട്, യൂണിവേഴ്സിറ്റി എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സൗകര്യം ഇവിടെ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ സ്റ്റേഷൻ്റെ നവീകരണം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഏതായാലും ഫറൂഖിനെ സംബന്ധിച്ച് ഇത് വലിയ മാറ്റമുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. സന്ദർശനത്തിൽ ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ്, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലിക്കുട്ടി മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തസ്വീർ ഹസൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പറശ്ശേരി തുടങ്ങിയവരും അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഭിന്നശേഷി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കൂട്ടായ്മ ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ബാലൻ കാട്ടാങ്ങൽ ഉദ്ഘാടനം ചെയ്തു. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വിതരണം ചെയ്യുക, ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള പെൻഷൻ വിതരണം ചെയ്യുക, UDID കാർഡുകൾ വിതരണം ചെയ്യുക, എല്ലാ ആനുകൂല്യങ്ങളും ഭിന്നശേഷിക്കാർക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ട്രെയിനിന് കല്ലെടുത്തെറിയോ ബസ് തടയോ ജനങ്ങളെ ശല്യം ചെയ്യാതെ വളരെ സമാധാനപരമായി ഒരു സമരം ആണ് ഞങ്ങളിവിടെ നടത്തുന്നത്. നേരത്തെ ഞങ്ങൾ ഈ തരത്തിലുള്ള അവകാശ നിഷേധം ഉണ്ടായ സമയത്ത് ഗ്യാസിന് സബ്സിഡി 2 വർഷമായി വെട്ടിക്കുറച്ച സമയത്ത് ആദായനികുതി ഓഫീസിന് മുമ്പിൽ പാത്രം കൊട്ടിയും അതേമാതിരി തന്നെ മന്ദം കൊളുത്തിയും ഞങ്ങൾ പ്രകടനം നടത്തിയിരുന്നു പട്ടാഭാഗം. എന്നിട്ടും ഗ്യാസിന്റെ സബ്സിഡി പുനഃസ്ഥാപിച്ചിട്ടില്ല. അതേമാതിരി തന്നെ ഇന്നിപ്പോൾ ഇവിടെ സമരം നടത്തുന്നത് പല കാര്യങ്ങളും പറയുന്ന കൂടെ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. 5 മാസത്തോളമായി പെൻഷൻ ലഭിക്കാത്തതിന്റെ ഫലമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഭിന്നശേഷി കൂട്ടായ്മ ഭാരവാഹികളായ മടവൂർ സൈനുദ്ദീൻ, ബാലൻ കാട്ടുങ്കൽ, സിക്കന്ദർ, RC മുഹമ്മദ്, അഷറഫ് വള്ളിയാട്, സലാം രാംപൊയിൽ, സന്തോഷ് വട്ടോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി 29-ന് കാസർഗോഡ് നിന്നും വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിച്ചതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ജാഥ ഫെബ്രുവരി 1-ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. മുതലക്കുളത്ത് നടക്കുന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അഷറഫ് മൂത്തേടത്ത് സംസാരിക്കും. ഈ ജാഥ 1-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ രാവിലെ 10 മണിക്ക് വയനാട്ടിൽ നിന്നും വരുന്ന ജാഥ തൊട്ടിൽപ്പാലത്ത് നിന്ന് സ്വീകരിച്ച് തൊട്ടിൽപ്പാലം വഴി, കുറ്റ്യാടി വഴി, നാദാപുരം വഴി വടകര കോട്ട മൈതാനത്ത് സ്വീകരണം. അതിനുശേഷം പയ്യോളി ബസാർ, പേരാമ്പ്ര, നെപ്പയ്യൂർ വഴി, നടുവണ്ണൂർ, പൂനൂർ വഴി 3 മണിക്ക് താമരശ്ശേരിയിൽ ഒരു സ്വീകരണം. അതിനുശേഷം കുന്നമംഗലം വഴി കോഴിക്കോട്ട് വന്ന് വ്യാപാര ഭവനിൽ നിന്നും ഘോഷയാത്രയായി വൈകുന്നേരം 5:30 മണിക്ക് മുതലപ്പുറത്ത് ഒരു വലിയ സ്വീകരണം നൽകി കോഴിക്കോട് ജില്ലയുടെ പരിപാടി അവസാനിക്കുകയാണ്. ഞാൻ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ കച്ചവടക്കാരനാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തന്നിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നില്ല. വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളെ അറിയിക്കും. എൻ്റെ കടയിൽ ഈ സ്റ്റിക്കർ വെച്ചാൽ അന്ന് രാത്രി ആ കട പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രദേശത്തൊക്കെ താമരശ്ശേരിയിലൊക്കെ മയക്കുമരുന്ന് ലോബിയുടെ വലിയ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ ദുഃഖത്തിനും വലിയ പേടിയിലുമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 109ാമത് പതിപ്പ് ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പെരിഞ്ചേരിക്കടവ് SC കോളനിയിലാണ് സ്ക്രീനിംഗ് സംഘടിപ്പിച്ചത്. 2 दिन पहले हम सभी देशवासियों ने 75वां गणतंत्र दिवस बहुत धूमधाम से मनाया है. इस साल हमारे संविधान के भी 75 वर्ष हो रहे हैं और सुप्रीम कोर्ट के भी 75 वर्ष हो रहे हैं. हमारे लोकतंत्र के ये पर्व मदर ऑफ डेमोक्रेसी के रूप में भारत को और सशक्त बनाते हैं. ഒട്ടനവധി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ കൂടിയായ പ്രദേശവാസികൾക്ക് പ്രധാനമന്ത്രിയുടെ സംഭാഷണം നേരിട്ടെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു മൻ കി ബാത്തിന്റെ പ്രദർശനം. നിരവധി അപേക്ഷകരിൽ നിന്നാണ് പെരിഞ്ചേരിക്കടവ് SC കോളനിയെ ഇതിനായി തിരഞ്ഞെടുത്തത്. പ്രാണപ്രതിഷ്ഠ, റിപ്പബ്ലിക് ദിന പരേഡ്, അർജുന അവാർഡ്, പത്മ പുരസ്കാരങ്ങൾ, പുതിയ വോട്ടർമാർ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. ഈ മൻ കി ബാത്തുമായി ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് അറിവുകളും എല്ലാം തന്നെ നമുക്കിവിടെ അറിഞ്ഞിട്ടുണ്ട്. ഈ മൻ കി ബാത്തുമായി ഇപ്പോൾ 33% പിന്നെ സ്ത്രീകൾക്ക് ബില്ല് പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ് പൊതുവെ ഉള്ളത്. ജനങ്ങളിലെല്ലാം നല്ലൊരു ശ്രദ്ധയിൽ തന്നെ അത് എത്തിപ്പെട്ടത്. അത് ജനങ്ങളെല്ലാം നല്ലൊരു പിന്നെ ഞങ്ങൾ വീടുകളിൽ കയറാൻ പോയ സമയത്തും ജനങ്ങൾ നല്ലൊരു കാര്യം തന്നെ ഞങ്ങളോട് പറഞ്ഞത്. മൻ കി ബാത്തിന് ശേഷമുള്ള ചർച്ചയിൽ BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, ജനറൽ സെക്രട്ടറി M മോഹനൻ, മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തറമൽ, KK രജീഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. കോഴിക്കോട് താലൂക്ക് ദുരന്ത നിവാരണ സേന ജീവൻ രക്ഷാ പരിശീലനം ആരംഭിച്ചു. 1ാം ഘട്ട പരിശീലന ക്യാമ്പ് മെഡിക്കൽ കോളേജ് കെയർ ഹോമിൽ നടന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ML ബെന്നി ലാലു ഉദ്ഘാടനം ചെയ്തു. ചെറുതും വലുതുമായ അപകടങ്ങളിലെ തത്സമയ രക്ഷാപ്രവർത്തനം, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ, കുഴഞ്ഞു വീണാൽ, വാഹന അപകടം, തീപിടുത്തം, പാമ്പ് കടിയേറ്റാൽ തുടങ്ങിയ വലിയ ദുരന്തങ്ങളുടെ മുന്നിലെത്തിപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നിരവധി കാര്യങ്ങളാണ് ക്യാമ്പിൽ പരിശീലിപ്പിച്ചത്. TDRF ട്രെയിനർ മുഹമ്മദ് മുണ്ടമ്പ്ര ക്ലാസ് എടുത്തു. മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ ML ബെന്നി ലാലു ഗതാഗത ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മാത്രം വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 4500 റൗണ്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഷവലിയാർ C ചാക്കുണ്ണിയെ ചടങ്ങിൽ അസീസ് മഠത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുഖ്യാതിഥി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയാർ C ചാക്കുണ്ണി ഇത്തരം ജനോപകാരപ്രദമായ ക്യാമ്പുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഘട്ടം ഘട്ടമായി മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ക്യാമ്പ് വ്യാപിപ്പിക്കണമെന്നും പറഞ്ഞു. TDRF ചീഫ് കോർഡിനേറ്റർ ഉമറലി ശിഹാബ്, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സലീം കൊമ്മേരി, സ്നേക്ക് റെസ്ക്യൂവർ സുജിത്ത് വയനാട്, നൌഷാദ് നല്ലളം, റിയാസ് മാളിയേക്കൽ, ജംഷീർ പെരുമണ്ണ, അസീസ് മഠത്തിൽ, മിർഷാദ് ഉളമണ്ണ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ സെയ്ദ് സൽമാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ 2ാമത് അവാർഡുകൾക്ക് എൻട്രികൾ ക്ഷണിച്ചു. മികച്ച നഴ്സ് എഡ്യൂക്കേറ്റർക്കും മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അവാർഡുകൾ നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് 8075916478 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നഴ്സിംഗ് മേഖലകളിൽ വിദഗ്ധയായിരുന്ന ഡോക്ടർ സെയ്ദ് സൽമയുടെ സ്മരണാർത്ഥം സെയ്ദ് സൽമ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നഴ്സിംഗ് മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് ബെസ്റ്റ് നഴ്സ് എഡ്യൂക്കേറ്റർക്കും മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനും നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. രോഗീ പരിചരണം, നഴ്സിംഗ് ലീഡർഷിപ്പ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, സോഷ്യൽ കമ്മ്യൂണിറ്റി സർവീസ്, റിസർച്ച് ഇന്നൊവേഷൻ തുടങ്ങിയ മേഖലകളിൽ മികച്ച യോഗ്യതയും പ്രവർത്തന പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത്തരം യോഗ്യതകളുള്ള ഒരാളെ മറ്റൊരാൾക്ക് നിർദ്ദേശിക്കുകയുമാവാം. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ഉന്നതമായ പ്രവർത്തനം നടത്തുന്ന പ്രമുഖനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് സൽമ ഫൗണ്ടേഷൻ അവാർഡ് നൽകും. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2024 ഫെബ്രുവരി 15 ഡോക്ടർ സെയ്ദ് സൽമയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 2024 മാർച്ച് ആദ്യവാരത്തിൽ പാലക്കാട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. എൻട്രികൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ സെയ്ദ് സൽമ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, ഡോർ നമ്പർ 11/1149,
പയ്യടിമിത്തൽ, മേരിക്കുന്ന് PO, കോഴിക്കോട് 673012 കേരള. ഇമെയിൽ drselmafoundation@gmail.com. അപേക്ഷാ ഫോറം ഈ അഡ്രസ്സിലും ഇമെയിലിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447010558 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ ശ്ലൈഹിക സന്ദർശനവും വിശ്വാസ സംഗമവും ഫെബ്രുവരി 2 വേലങ്കോട് സെന്റ് മേരീസ് യാക്കോബായ സുനോറ പള്ളിയിൽ നടക്കും. പള്ളിയുടെ 75ാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനവും വിശുദ്ധ ബാവ നിർവഹിക്കുമെന്ന് ഭദ്രാസന സാരഥികൾ അറിയിച്ചു. ഫെബ്രുവരി മാസം 2-ാം തീയതി കോഴിക്കോട് ഭദ്രാസനത്തിന്റെ ഏറ്റവും വലിയ ഇടവകയായ വേളങ്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറ പള്ളി സന്ദർശിക്കുകയും അവിടെ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ ഒരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ സംഗമം നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഇടവകയുടെ 75ാമത് ഡയമണ്ട് ജൂബിലി ആഘോഷമോട് വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനവും പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുന്നു. ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഫെബ്രുവരി 2-ാം തീയതി കോഴിക്കോട് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിശ്വാസ സംഗമത്തിലും വേളങ്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറോ പള്ളിയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികളിലും പങ്കെടുക്കുന്നതിനായി എത്തും. ഫെബ്രുവരി 2 ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെള്ളങ്കോട് പള്ളിയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ ഹാളിന്റെ ശിലാ ആശീർവാദവും ലോഗോ പ്രകാശനവും കോഴിക്കോട് ഭദ്രാസനത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ നിർവഹിക്കും. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ താമരശ്ശേരി ഹെലിപ്പാഡിലെത്തുമ്പോൾ ഭദ്രാസന മെത്രോപൊലീത്തയുടെയും ഭദ്രാസന ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വേളങ്കോട് സെന്റ് മേരീസ് സുനേറോ ദേവാലയത്തിലേക്ക് ആനയിക്കുമെന്നും പൗലോസ് മോർ എറേനിയോസ് മെത്രാപൊലീത്ത, ഭദ്രാസന സെക്രട്ടറി ഫാദർ ഫിലിപ്പ് ജോൺ, സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബേബി ജേക്കബ്, ഷവലിയർ CE ചാക്കുണ്ണി, പബ്ലിസിറ്റി കൺവീനർ ഫാദർ ബേസിൽ തൊണ്ടലിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള ഹാപ്പിനെസ് പെയിന്റിംഗ് ക്യാമ്പ് 2ാം ഘട്ടം പ്ലാനറ്റോറിയത്തിൽ നടന്നു. ശ്രാവണികയും കോഴിക്കോട് പ്ലാനറ്റോറിയവും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള ചിത്രരചന ക്യാമ്പ് പ്ലാനറ്റോറിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ക്യാമ്പിൽ 35 കുട്ടികൾ പങ്കെടുത്തു. ശ്രാവണിക അമാൽഗമേഷൻ ഓഫ് ആർട്സ് കലകളുടെ പഠന ഗവേഷണ കേന്ദ്രവും റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയവും കോഴിക്കോടും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ നമ്മൾ റീഹാബിലിറ്റേഷൻ നടത്താം, അവരെ റിസ്റ്റോർ ചെയ്യാം, കുടുംബത്തിലേക്ക് റിസ്റ്റോർ ചെയ്യാം, റീഹാബിലിറ്റേഷൻ ഒക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന നിയമത്തിനകത്ത് വളരെ ശക്തമായ നിയമമാണ് ഇവരുടെ മേഖല. സമഗ്ര ശിക്ഷ കേരള കോഴിക്കോട് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം അധ്യക്ഷനായിരുന്നു. ബിനോജ് K, N സുരേഷ് ബാബു, അജയ് ബാബു തുടങ്ങിയവരും സംസാരിച്ചു. ചിത്രകാരന്മാരായ ഷാജി കാവിൽ, രാജീവൻ KC, ശ്രീനി MP, അതുൽ മേപ്പയൂർ, അരുൺ NS, ചിത്രകാരി ഷെരീഫ KT, അനുപമ A എന്നിവർ നേതൃത്വം നൽകി. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ വാഷ് ചെയ്തിട്ടേക്കാം, വെറും പണ്ടെടുത്ത്. ഇനി പേപ്പർ ഒട്ടിക്കാൻ നമ്മുടെ മാസ്കിംഗ് ടാപ്പില്ലേ, നമ്മൾ പെയിന്റിങ് ആണല്ലോ വീട്ടിൽ പെയിന്റിങ് ചെയ്യുമ്പോൾ ഒട്ടിക്കുന്നത്, ജാഗ്രത പെയിന്റിൽ ആദ്യം മറച്ചെടുക്കുന്ന ഈ മാസ്കിംഗ് ടാപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
നമ്മുടെ പേപ്പറിന്റെ ഒട്ടിക്കുക. നിഷ ആർ, പി സുകന്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. IHRD ടെക് ഫെസ്റ്റ് തരംഗ് 2K24 ഫെബ്രുവരി 1 മുതൽ 4 വരെ കോഴിക്കോട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും ഉപയോഗങ്ങളും ഫെസ്റ്റിൽ മാറ്റുരയ്ക്കപ്പെടുമെന്ന് സംഘാടകർ അറിയിച്ചു. സ്കൂള് തൊട്ടിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഒരു വൈഡ് സ്പാൻ ഓഫ് നെറ്റ്വർക്കാണ്. അപ്പോൾ ആ എല്ലാ സ്ഥാപനങ്ങളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് തരംഗ് എന്ന് പറഞ്ഞ ഒരു IT ഫെസ്റ്റ്. ടെക് ഫെസ്റ്റും ആണ്, അതിൻ്റെ കൂടെ തന്നെ കൾച്ചറൽ ഇവന്റ്സും ഉണ്ട്, കുട്ടികളുടെ തന്നെ കൾച്ചറൽ ഇവന്റ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ കാലിക്കറ്റ് വെച്ചിട്ടാണ് ഈ ഫെസ്റ്റ് നടത്തുന്നത്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ മലബാറിൻ്റെ ഒരു ഫെസ്റ്റായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. IHRD കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജസും തെക്ക് ഭാഗത്തേക്ക് ആയതുകൊണ്ട് കൂടുതൽ IHRDയെ പറ്റിയിട്ട് അവിടെയാണ് എല്ലാവർക്കും അറിയുക. ആർട്ടിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് കേരള ഗവൺമെന്റ് ഒരു സ്ഥാപനമാണെന്നും IHRD എഡ്യൂക്കേഷൻ സ്ഥാപനമാണെന്നും ഒക്കെ അധികം മലബാറുകാർക്ക് കൂടുതൽ അറിവ് ഇല്ല. അടുത്ത വർഷം ഇതിന്റെ നെക്സ്റ്റ് വേർഷനായിട്ട് AI-യുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ വരെ ഞങ്ങൾ മൂവ് ചെയ്യാൻ താല്പര്യം മുന്നോട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു കാലത്തും കൂടെ ആയിട്ടാണ് ഈ തരംഗിനെ കാണുന്നത്. ഈ തരംഗ് എന്ന് പറഞ്ഞ 2K24 എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലായി ശ്രീ ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ പൂർത്തിയായത്. കിടങ്ങത്ത് മോഹൻദാസ് മുഖ്യ കാർമ്മികനായ 100 കണക്കിന് ആളുകൾ നിത്യേന ദർശനം നടത്തുന്ന അമ്പലത്തിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഉത്സവം അരങ്ങേറിയത്. പുലർച്ചെയുള്ള ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ച ഉത്സവം വൈകിട്ട് ദീപാരാധനയോടെ സജീവമായി. തുടർന്ന് ഓടക്കാളി ഭഗവതി തിറയും നാഗത്തിറയും അരങ്ങേറി. പന്നിയങ്കര ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാഴയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയേന്തി വർണ്ണാഭമായ കലശം എഴുന്നള്ളിപ്പ് നടന്നു. കാവടിയാട്ടം, ശിങ്കാരിമേളം, ഫ്യൂഷൻ മ്യൂസിക്, ഭദ്രകാളി നൃത്തം എന്നിവ കലശം എഴുന്നള്ളിപ്പിന് അകമ്പടിയേന്തി. ഉത്സവത്തിനെത്തിയ ഭക്തജനങ്ങൾക്കായി അന്നദാനവും അമ്പലം വകയായി ഒരുക്കിയിരുന്നു. 3 ദിവസങ്ങളിലായി നടന്നു വന്ന ഉത്സവം ഓടക്കാളി ഭഗവതി തിറയോടെ സമാപിച്ചു. ജനുവരി 26, 27, 28 തീയതികളിലായാണ് ഉത്സവം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5 വർഷം കൊണ്ട് 20,000 കിലോമീറ്റർ റോഡുകൾ BMN/BC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അമൃത് ഭാരത് പദ്ധതിയിൽ വികസന പ്രവർത്തികൾ പുരോഗമിക്കുന്ന ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ MK രാഘവൻ MP സന്ദർശിച്ചു. പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള ഭിന്നശേഷി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയെന്ന മുദ്രാവാക്യമുയർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ യാത്ര. ആകമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്നാത്തിയോ സഫ്രീം ദ്വിതീയൻ പാർത്രിയാർക്കിസ് ബാവയുടെ മലബാർ സന്ദർശനം ഫെബ്രുവരി 2 വേളങ്കോട് സെന്റ് മേരീസ് പള്ളിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.